Hi students, എല്ലാവർക്കും മാത്സിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൽ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ ബാലൻസ് ഇൻട്രൊഡക്ടറി പാർട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങള്? എന്തൊക്കെയാണ് പലതരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ പലതരത്തിലുള്ള യൂണിറ്റ് സിസ്റ്റംസ്. ഏതൊക്കെയായിരുന്നു പലതരത്തിലുള്ള യൂണിറ്റ് സിസ്റ്റംസ്? CGS, FPS, MKS, ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം ആണ് ഏതെന്ന് പറയുന്നത്? SI യൂണിറ്റ് ആണല്ലോ. അതിനു മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ മേടിക്കണം. കാൽക്കുലേറ്റർ മേടിച്ച് ഇപ്പോഴേ അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുമല്ലേ, അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ച് ഇതായിട്ട് ഇരിക്കണം. കാരണം നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ ആവശ്യമായിട്ട് വരും. അപ്പൊ പിന്നെ സമയത്ത് മേടിക്കാൻ നിൽക്കാതെ ഇപ്പൊ മേടിച്ചിട്ട് അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ച് ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ, അപ്പൊ SI യൂണിറ്റ് എങ്ങനെ എഴുതാം? ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇക്വേഷൻ ഒന്നും ഇപ്പോഴേ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്പീഡ്, എന്താ സ്പീഡിന്റെ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലെങ്തിന്റെ SI യൂണിറ്റ് എന്താ? ലെങ്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. മാസിന്റെ SI യൂണിറ്റ് എന്താ? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ്. ഇതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ലെങ്തിന്റെ മീറ്റർ, മാസിന്റെ കിലോഗ്രാം, ടൈമിന്റെ സെക്കൻഡ്. അപ്പൊ ഞാനൊരു ഇക്വേഷൻ എഴുതി, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് ഒന്ന് പറഞ്ഞേ. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ അല്ലേ? ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു, അതിനെ നമുക്ക് മീറ്റർ പെർ എന്തെന്ന് എഴുതാം? സെക്കൻഡ് എന്ന് എഴുതാം. അപ്പോ സ്പീഡിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താ? 1/x റൈസ് ടു n എന്ന് പറയുന്നത് x റൈസ് ടു മൈനസ് n അല്ലേ? അല്ലേ? അപ്പോ മീറ്റർ ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൈസ് ടു 1 ആണല്ലോ. സെക്കൻഡ് 1/s റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ s റൈസ് ടു മൈനസ് 1 അല്ലേ? അപ്പോ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1. അപ്പോ സ്പീഡിന്റെ SI യൂണിറ്റ് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1. ഇനി നിങ്ങൾ വെലോസിറ്റി, പ്രവേഗം പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും യൂണിറ്റ് മീറ്റർ അല്ലേ? ടൈമിൻ്റെത് സെക്കൻഡ്. അപ്പോ വെലോസിറ്റിയുടെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഒന്ന് രണ്ട് ക്വാണ്ടിറ്റീസും കൂടെ ഞാൻ പറഞ്ഞു തരാം. ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് എന്ത്? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. നിങ്ങൾ തന്നെ പറഞ്ഞേ, ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ യൂണിറ്റ് നമ്മളിപ്പോ പഠിച്ചു. എന്താ? മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ ടൈമിന്റെ എന്താ? സെക്കൻഡ്. ഈ സെക്കൻഡ് മോളിൽ പോകുമ്പോ എന്താവും? സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ആവൂലേ? സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ഇൻറ്റു സെക്കൻഡ് റൈസ് ടു മൈനസ് 1 എന്താ? സെക്കൻഡ് റൈസ് ടു മൈനസ് 2. അപ്പൊ മീറ്റർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2 അല്ലെങ്കിൽ മീറ്റർ പെർ എന്ത്? സെക്കൻഡ് സ്ക്വയർ ആണ് ആരുടെ യൂണിറ്റ്? ആക്സിലറേഷന്റെ യൂണിറ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ? meter per second square or meter second raised to minus 2.
ക്ലിയർ ആണല്ലോ. ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? എന്താ ഫോഴ്സിന്റെ ഇക്വേഷൻ? എഫ് ഈസ് ഈക്വൽ ടു എം എ. സ്കൂൾ ക്ലാസ് പഠിച്ചതാണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷന്റെ യൂണിറ്റോ മീറ്റർ സെക്കൻഡ് റൈസ് ടു -2. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 ആണ് ഫോഴ്സിന്റെ SI യൂണിറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത്. ന്യൂട്ടന്റെ സിമ്പൽ എന്താ? N. ഞാൻ ഈ യൂണിറ്റ് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ന്യൂട്ടൺ ഒരു സയന്റിസ്റ്റിന്റെ പേരല്ലേ? സയന്റിസ്റ്റിന്റെ പേര് എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ വേണ്ട എഴുതാൻ. പക്ഷേ ആ സയന്റിസ്റ്റിന്റെ പേര് ഒരു യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോ ഫുൾ നെയിം എഴുതുവാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എന്ത് കൊടുക്കണം? സ്മോൾ ലെറ്റർ കൊടുക്കണം. സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ കൊടുക്കുക. നമ്മളിവിടെ സയന്റിസ്റ്റിന്റെ പേരല്ല, ആ പേര് യൂണിറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരു സയന്റിസ്റ്റിന്റെ പേര് യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ കൊടുത്തിട്ട് എഴുതുക. സിമ്പിൾ ആണ് കൊടുക്കുന്നെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കുക. വേറെ എക്സാമ്പിൾസ് പറഞ്ഞേ. സയന്റിസ്റ്റിന്റെ പേര് കൊടുത്ത് എഴുതുന്ന മറ്റു യൂണിറ്റ്സ് പറഞ്ഞേ. ജൂൾ, സിമ്പൽ ക്യാപിറ്റൽ J. പവറിന്റേത് വാട്ട്, സിമ്പൽ ക്യാപിറ്റൽ W ആണല്ലോ. അപ്പൊ ഇങ്ങനെ കുറെ എന്തുണ്ട്? യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോ അത് ഓർത്ത് വെക്കുക. സയന്റിസ്റ്റിന്റെ പേര് യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് സ്മോൾ ലെറ്റർ കൊടുക്കുക, സിമ്പൽ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ കൊടുക്കുക. അപ്പൊ ഒരു ക്വാണ്ടിറ്റി തന്നാൽ അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ അറിയാലോ. ഇക്വേഷൻ എഴുതിയിട്ട് ലെങ്ത് ആണോ മാസ് ആണോ ടൈം ആണോ എന്ന് നോക്കുക. ലെങ്ത് ആണെങ്കിൽ മീറ്റർ കൊടുക്കുക, മാസ് ആണെങ്കിൽ കിലോഗ്രാം കൊടുക്കുക, ടൈം ആണെങ്കിൽ എന്ത് കൊടുക്കുക? സെക്കൻഡ് കൊടുക്കുക. സംശയമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളെ സംബന്ധിച്ച് അടുത്തത് ഒരു പുതിയ കാര്യമാണ്. യൂണിറ്റിനെ കൂടാതെ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല എന്താ? ഡയമെൻഷണൽ ഫോർമുല എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്, വേറൊന്നുമില്ല. മാസ്, ലെങ്ത്, ടൈം. മാസ്, ലെങ്ത്, ടൈം ഇത് മൂന്നുമല്ലേ എന്ത് ക്വാണ്ടിറ്റീസ് അറിയപ്പെടുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണല്ലോ. ഇതിന്റെ യൂണിറ്റുകൾ അറിയാം. മാസിന്റേത് കിലോഗ്രാം, ടൈമിന്റേത് സെക്കൻഡ്, ലെങ്തിന്റേത് മീറ്റർ ആണല്ലോ. ഇനി ഡയമെൻഷണൽ ഫോർമുല എഴുതാനാണെങ്കിൽ സിമ്പിൾ ആണ്, വേറൊന്നുമില്ല. മാസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ക്യാപിറ്റൽ M ആയിട്ട് എഴുതുക. ലെങ്തിന്റെ ഡയമെൻഷനെ L കൊണ്ടും ടൈമിന്റെ ഡയമെൻഷനെ എന്ത് കൊണ്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യും? T കൊണ്ടും റെപ്രസെന്റ് ചെയ്യും. അപ്പോ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ഏതാണോ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഈ മൂന്ന് പേരുടെ മാത്രമേ അങ്ങനെ എഴുതത്തുള്ളൂ കേട്ടോ. മാസ്, ലെങ്ത്, ടൈം. മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല M ആണ്. ലെങ്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? L ആണ്. ടൈമിന്റേത് T. ബാക്കി ഒന്നിന്റെ അങ്ങനെ എഴുതരുതെന്ന് പറഞ്ഞാല് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഏതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്? ഈ മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ആണല്ലോ. അപ്പോ മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല M ആണ്. ലെങ്തിന്റെ ഡയമെൻഷണൽ ഫോർമുലയോ L, ടൈമിന്റേത് T. അപ്പൊ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന്റെ ഇക്വേഷൻ തന്നിരുന്നാൽ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ തന്നിരുന്നാല് അതിന്റെ യൂണിറ്റും എഴുതണം, ദെൻ എന്തും എഴുതണം? ഡയമെൻഷനും എഴുതണം. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നാല് അതിന്റെ യൂണിറ്റും ഡയമെൻഷനും എഴുതാൻ അറിയണം. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ളത് തന്നെ നോക്കാം. നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ? ആണ്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ അല്ലേ? ഇപ്പൊ ഡയമെൻഷനോ ലെങ്ത് ആണ്. ലെങ്ത് ആവുമ്പോൾ ഡയമെൻഷൻ എന്താ? L. ഓക്കെ, യൂണിറ്റ് ആണെങ്കിൽ മീറ്റർ, ഡയമെൻഷൻ ആണെങ്കിലോ L. ഇനി
സ്പീഡ് എഴുതി നോക്കാം നമുക്ക്. സ്പീഡിൻ്റെത് ഡിസ്റ്റൻസ് ബൈ എന്താ ടൈം അല്ലേ ഇക്വേഷൻ. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണല്ലോ, അപ്പോ ഡയമെൻഷൻ എന്താ എൽ. ബൈ ടൈമിന്റെ ഡയമെൻഷൻ ടി. ടി എന്ന് പറഞ്ഞാൽ t⁻1 അല്ലേ, അത് ന്യൂമറേറ്റർ പോകുമ്പോ എത്രയാവും t⁻−1. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ t⁻−1. ഓക്കെ ആണോ? അടുത്തത് വെലോസിറ്റി ആണല്ലോ. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റിൻ്റെത് എൽ ആണ്, ടൈമിൻ്റെത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ ആണ്, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെതോ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അതും എത്ര തന്നെ എൽ t⁻−1. രണ്ടുപേരുടെയും ഡയമെൻഷനും യൂണിറ്റും സെയിം തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ആക്സിലറേഷൻ നോക്കിയേ. ആക്സിലറേഷൻ തനിയെ ചെയ്ത് നോക്കണം ഇത് കേട്ടോ. ആക്സിലറേഷൻ ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്താ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയുടേത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എത്രയാ എൽ t⁻−1 ഡിവൈഡഡ് ബൈ ടൈമിൻ്റെത് ടി ഈസ് ഈക്വൽ ടു എൽ t⁻−1 ഇൻറ്റു t⁻1 മുകളിൽ പോകുമ്പോ എത്രയാ t⁻−1. അപ്പൊ a⁻m ഇൻറ്റു a⁻m+n. അപ്പൊ എത്ര വരും എൽ t⁻2 ആണ് എന്തിന്റെ ഡയമെൻഷൻ ആക്സിലറേഷന്റെ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞേ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസിന്റെത് എം അല്ലേ മാസിന്റെ ഡയമെൻഷൻ, അപ്പോ എം ഇൻറ്റു ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ എൽ t⁻². അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ എം എൽ t⁻². ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ 2-3 ഇക്വേഷൻസ് എഴുതിയിടാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, അതിന്റെ യൂണിറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതും കിലോഗ്രാം മീറ്റർ സെക്കൻഡ്⁻². ആ രീതിയിൽ യൂണിറ്റും ഡയമെൻഷനും ഒന്ന് എഴുതി നോക്കണം. ഓക്കെ ആണല്ലോ? താഴെ 2-3 ഇക്വേഷൻസ് ഞാൻ എഴുതി ഇട്ടേക്കാം. അത് നോട്ട്ബുക്കിലോട്ട് എഴുതിയിട്ട് അതിന്റെ യൂണിറ്റും ഡയമെൻഷനും എഴുതി നോക്കണം. മൊമെന്റം എന്താ? മൊമെന്റം എന്ന് പറഞ്ഞാല് ആവേഗം ആണല്ലോ. മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ അതിന്റെ യൂണിറ്റ് എഴുതണം, ഡയമെൻഷൻ എഴുതണം. യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് കണ്ടുപിടിക്കണം, ഡയമെൻഷൻ എന്ന് എഴുതിയിട്ട് ഡയമെൻഷൻ കണ്ടുപിടിക്കണം. വെലോസിറ്റി ഒക്കെ നമ്മൾ ചെയ്തതാണ്. രണ്ടാമത്തത് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ നമ്മൾ നേരത്തെ ചെയ്തതാണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ ഒക്കെ നമുക്ക് അറിയാം ആണല്ലോ. അത് വെച്ച് വർക്കിന്റെ ചെയ്ത് നോക്കണം. അടുത്തത് പവർ. പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം. അപ്പോ ഈ 3 SI യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയും എന്ത് ചെയ്യണം എഴുതി നോക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ ക്ലിയർ ആവും. നമ്മൾ ചാപ്റ്ററിലോട്ട് കടന്നിട്ടില്ല. ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസും അതിന്റെ യൂണിറ്റ് ഡയമെൻഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പഠിക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു വർക്ക് പോലെ ചെയ്ത് നോക്കുക. ഓക്കെ ആണേ? നോട്ട് ചെയ്തോളണം.
ഇനി നിങ്ങള് ലെങ്തിന് പല യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? മില്ലിമീറ്റർ, സെന്റിമീറ്റർ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. മാസിനോ മില്ലിഗ്രാം, കിലോഗ്രാം ഒക്കെ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അതുപോലെ ടൈമിനും സെക്കൻഡ്, മിനിറ്റ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ വേറെ ഏതെങ്കിലും യൂണിറ്റിലായിരിക്കും തരുന്നത്. പക്ഷെ ഏതിൽ തന്നാലും നമ്മളൊരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം ആണല്ലോ. SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങള് കിലോ, മെഗാ, ജിഗാ, ടെറ. മില്ലി, മൈക്രോ, നാനോ, പിക്കോ. കിലോ എന്ന് പറഞ്ഞാൽ 10⁻3, മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6, 10⁻3 എന്ന് പറഞ്ഞാൽ എന്താ? 1000. 1ന്റെ റൈറ്റ് സൈഡിൽ 3 0. നെക്സ്റ്റ് മെഗാ ആവുമ്പോ 1ന്റെ റൈറ്റ് സൈഡിൽ 6 zeros ആണല്ലോ. ജിഗ 10⁻9, ടെറ 10⁻12. നെക്സ്റ്റ് മില്ലി ആവുമ്പോ 1/1000 ആണ്. 1/1000 ആവുമ്പോ എങ്ങനെ എഴുതും? 1/1000 എന്ന് പറഞ്ഞാൽ 1/10⁻3 അല്ലേ? ഈസ് ഈക്വൽ ടു 10⁻3. അപ്പൊ 10⁻3. മൈക്രോ ആണെങ്കിൽ മൈക്രോയുടെ സിമ്പൽ കണ്ടോ? മ്യൂ ആണ് കേട്ടോ. മ്യൂ എന്ന് വിളിക്കും ഇതിനെ, മ്യൂ എന്ന് വിളിക്കും. നെക്സ്റ്റ് 10⁻6. ഇനി നാനോ ഉണ്ട് 10⁻9, പിക്കോ 10⁻12. ഇതൊന്നും പഠിച്ചു വെച്ചിരുന്നാല് നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ ഇനി ഉണ്ട് കുറച്ച്, അത് നമ്മൾ ചാപ്റ്ററിലോട്ട് കടന്നിട്ട് പഠിച്ചാൽ മതി. എല്ലാം കൂടി ഓവർലോഡ് ആക്കണ്ട. അപ്പോ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ നോക്കുക. ഇവിടെ ഒരു ബോർഡർ ഇട്ടിട്ട് കിലോ, മെഗാ, ജിഗാ, ടെറ. കിലോ, മെഗാ, ജിഗാ, ടെറ. 10⁻3, 10⁻6, 10⁻9, 10⁻12. ലെഫ്റ്റിലോട്ട് പോയേ. മില്ലി, മൈക്രോ, നാനോ, പിക്കോ. നെക്സ്റ്റ് മില്ലി 10⁻3, 10⁻6, 10⁻9, 10⁻12. എങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് എന്തിനെന്ന് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? കിലോ, മെഗാ, ജിഗാ, ടെറ. അതിനെ 10⁻3, 10⁻6, 10⁻9, 10⁻12 കൊടുത്തു. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നമ്മൾ ചാപ്റ്ററിലോട്ട് എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഇനി ഒത്തിരി ഉണ്ട് അവിടെ. ഓക്കെ, ഞാൻ പറയുന്നു, ഞാൻ ഒരു ബോഡിയിലേക്ക് 5 kN ഫോഴ്സ് അപ്ലൈ ചെയ്തു. നമുക്കറിയാം കിലോ ന്യൂട്ടൺ, ന്യൂട്ടൺ അല്ലേ ഫോഴ്സിന്റെ യൂണിറ്റ്. അപ്പൊ കിലോ എന്ന് മാറ്റണ്ടേ? അപ്പൊ 5 ഇൻറ്റു കിലോയെ മാറ്റിയാൽ എത്ര? 10⁻3 എന്ത്? ന്യൂട്ടൺ ആണല്ലോ. അതുപോലെ 75 മെഗാ ഓം എങ്ങനെ എഴുതാം? 75 ഇൻറ്റു മെഗാ എത്രയാ? 10⁻6 അല്ലേ? 10⁻6 ഓം. അപ്പൊ നമുക്കറിയാം അവിടെ 10ന്റെ എത്ര മൾട്ടിപ്പിൾ ആണോ ആ മൾട്ടിപ്പിൾ കൊടുത്തിട്ട് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. ഞാൻ 2 എക്സാമ്പിളേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. ഞാൻ 3-4 ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയില്ല. ഒന്ന് 25 മില്ലിമീറ്റർ. മില്ലി എത്രയാണെന്ന് അറിയാം, അതൊന്ന് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. യൂണിറ്റ് ലാസ്റ്റ് മീറ്റർ ഇടാൻ മറന്നു പോകരുത്. 2 400 നാനോ മീറ്റർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 46 കിലോമീറ്റർ.
നാലാമത്തെ ക്വസ്റ്റ്യൻ 75 മൈക്രോ ഫാരഡ്. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ, കപ്പാസിറ്റൻസിന്റെ മൈക്രോ ഫാരഡ്. അതിനെ ഫാരഡ് ആക്കി എഴുതണം, മൈക്രോയുടെ വാല്യൂ കൊടുത്താൽ മതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 26 പിക്കോ ഫാരഡ്. ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രയാണോ നമ്മൾ ആ ടേബിള് വരച്ചിട്ടിട്ടുണ്ട് അത് കൊടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ചാപ്റ്ററിലോട്ട് കിടക്കുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും, വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ പഠിച്ച് വെച്ചേക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അടുത്ത ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ചാപ്റ്ററുകൾ കുറച്ച് തുടങ്ങണം. അപ്പൊ അതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. നോട്ട്ബുക്കിലോട്ട് കുറിക്കാനുള്ള കാര്യങ്ങൾ റഫായിട്ട് നോട്ട്ബുക്കിലോട്ട് കുറിക്കുക. നോട്ട്സ് നിങ്ങൾക്ക് പിന്നാലെ തരും, എങ്കിലും ഈ കേൾക്കുന്ന കാര്യങ്ങൾ റഫായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.